or welcome back to my channel. എൻ്റെ പേര് ടാനിയ എന്നാണ്. സോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു ഹെയർ കട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഹെയർ കട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ പോയി കട്ട് ചെയ്യുന്ന അങ്ങനെയല്ല, ഞാൻ സ്വന്തം ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുതന്നെയാണ് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാർലറിൽ പോണത് വളരെ കുറവാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് പോയത് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഒരു 9 months or 10 months ബിഫോർ ആണ് ഞാൻ പോയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ നിർത്തി. സീരിയസ്ലി പറയാം, ഞാൻ നിർത്തി. കാരണം എന്താ വെച്ചാൽ എനിക്കത് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു പടി കിട്ടി. അതിനുശേഷം ഞാൻ നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഞാൻ തന്നെ കട്ട് ചെയ്യാം. ഇതിന് മുന്നൊക്കെ ഞാൻ തന്നെയായിരുന്നു കേട്ടോ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വെച്ചൊന്നൊരു ചേഞ്ച് ആവാം, ഒരു വേറെ തന്നെ ഒരു കട്ട് അടിക്കാം എന്നൊക്കെ വെച്ച് ഞാൻ പാർലറിൽ പോയി കട്ടൊക്കെ ചെയ്ത് ഭയങ്കര സ്റ്റൈലൊക്കെ ആക്കി കട്ടൊക്കെ ചെയ്തു. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ബോറായിപ്പോയി. വീട്ടിൽ കയറിയിട്ട് എനിക്ക് കുറേ ചീത്തയൊക്കെ കേട്ട് എന്നിട്ട് നല്ലൊരു മുടി കൊണ്ടേ കട്ട് ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ മുടിയിൽ ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയാക്കിയത്. സീരിയസ്ലി ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ ഇത്രയും വളർത്തിയെടുക്കാൻ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ എന്തായാലും ലൈക്ക് തരിക. പിന്നെ അതിൻ്റെ കൂട്ടി കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിൽ. അതേപോലെ എന്തെങ്കിലും റിക്വസ്റ്റഡ് വീഡിയോസും ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഹെയർ 2 സൈഡായിട്ട് പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കോംബ് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ നമ്മുടെ ഹെയറിലുള്ള നോട്ട്സൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോംബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ലെങ്ത്തിൽ കിട്ടും. അതായത് ചില സ്ഥലത്ത് നോട്ട് ഉണ്ടെങ്കിൽ അത് കൂട്ടി കട്ട് ചെയ്യുമ്പം അവിടെ ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് വരുമല്ലോ ഹെയർ ലെങ്ത്തിന്. അപ്പോൾ അതിനും കൊണ്ടാണ് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കോംബ് ചെയ്ത് കൊടുത്ത് നമുക്കിപ്പോൾ ഏത് സൈഡാണ് വേണ്ട അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ സ്ട്രേറ്റ് എടുത്തത്. എന്നിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്നായിട്ട് മുന്നോട്ട് ഇട്ടിട്ടാണ് ഞാൻ വീണ്ടും ബാക്ക് സൈഡിൽ നിന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഹെയർ വെറ്റായതിനെ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് വെറ്റ് ഹെയറിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മുടെ ഹെയർ ലെങ്ത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഹെയർ എല്ലാം മുന്നോട്ടേക്ക് കോംബ് ചെയ്തതിന് ശേഷം ഞാനൊരു പോണിറ്റെയിൽ കെട്ടുകയാണ് മുന്നിലേക്ക് വെച്ചിട്ട്. അതിനുശേഷം അതിന് തൊട്ട് താഴെ വീണ്ടും ഒരു റബ്ബർ ബാൻഡ് വെച്ച് നമ്മൾ സെക്യൂർ ചെയ്യുകയാണ്. അതിന് ശേഷം ഒരു റബ്ബർ ബാൻഡും കൂടി നമ്മൾ കെട്ടുന്നുണ്ട്. അതും എന്താ പറയുക, നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ചാണ് നമ്മൾ കെട്ടേണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു 3 റബ്ബർ ബാൻഡ് വെച്ച് കെട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ബാൻഡൊക്കെ ഊരി നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് പോവാം. സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യത്തെ ലെയർ ഫുൾ ഹെയർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. സെക്കൻഡ് ലെയർ കുറച്ച് മുടി എടുത്തിട്ടാണ്, അത് ഹാഫായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഹെയർ. എന്നിട്ടാണ് സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാൻ പോണത്. നമ്മൾ സെക്കൻഡ് ലെയർ കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്ത് 3 ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്തിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ തന്നെയാണ് തേർഡ് ലെയർ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ തേർഡ് ലെയർ കട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ ലാസ്റ്റ് ലെയർ വരുന്നത്. അത് എൻ്റെ മുടിക്കാണ് ശരിക്കും ലാസ്റ്റ് ലെയർ എന്ന് പറയാം.
ഇപ്പം കുറേ മുടിയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു ലെയറും കൂടി വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ലെങ്ത് ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ലെയർ വരുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പം എൻ്റെ മുടി കുറച്ചായതിനെ കൊണ്ടാണ് എനിക്ക് 3 ലെയർ. പിന്നെ മാക്സിമം 4 ലെയർ പോവുക, അതിനും കൂടുതൽ പോകണ്ട. കാരണം വെച്ചാൽ മുന്നത്തെ ഹെയർ ഷോർട്ടായി പോകും നമ്മൾ അതിനും കൂടുതൽ ലെയർ പോവുകയാണെങ്കിൽ. അപ്പോൾ മാക്സിമം 4 എണ്ണത്തിൽ വെച്ച് നിർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളെല്ലാവരും ഈ ഒരു ഹെയർ കട്ട് വീഡിയോ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ റിവ്യൂ ഇടാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കനും പ്രസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ മിസ്സാവില്ല ഞാൻ ഇടുന്നത്. അതേപോലെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണ് എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാ ID ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ സൈഡിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജ് കൊടുക്കാവുന്നതാണ്. സോ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കീപ്പ് ഇൻ ടച്ച്. അതേപോലെ തന്നെ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും